നമ്മുടെ മാതാവിൻ്റെ, അതായത് അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം ഇവിടെ വരുവാനുള്ള ഒത്തിരിയധികം സാഹചര്യങ്ങൾ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. നമ്മുടെ ജോയേച്ചന് ഞങ്ങളുടെ ഒരു പ്രൊഫഷന് വേണ്ടി, അതായത് ഇവിടുത്തെ ഹെൽബിയുടെ പ്രൊഫഷനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ സമയം ഞങ്ങൾക്കറിയുമായിരുന്നില്ല ഇങ്ങനെ ഇത്രയും അകലെ കിടക്കുന്ന ജോയേച്ചൻ ഈ 15 ദിവസത്തിനകം റോമിൽ എത്തുമെന്ന്. ഒരു 15 ദിവസത്തിനകം എല്ലാം റെഡിയാകുന്നു. അച്ഛൻ റോമിലെത്തി. പ്ലെയിൻ ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഫോൺ ചെയ്യുകയാണ്. എനിക്കൊരു മാതാവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നെല്ലാം പറഞ്ഞ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം അച്ഛൻ വന്ന ആ സമയം എനിക്ക് വളരെ തിരക്ക് പിടിച്ച സമയമായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇപ്പം സാധിക്കില്ല, പിസയിലേക്ക് വാ, പിന്നെ നമുക്ക് തീരുമാനിക്കാമെന്ന്. അപ്പം അച്ഛൻ്റെ അടുത്ത് പറയാണ്, ഞാൻ മാതാവിനെ വാങ്ങാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല, എനിക്കും അതെല്ലാം ഇപ്പം തന്നെ എല്ലാം ശരിയാക്കണമെന്നുള്ള ശാഠ്യത്തിൽ പിന്നെ എന്നെ വിളിക്കുകയാണ്. ആ സമയം ഞാൻ അവിടുത്തെ റോമിലെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്. അച്ഛനിങ്ങനെ ഒരു രൂപം വേണം, ചെറുതൊന്നുമല്ല, അച്ഛനേക്കാൾ പൊക്കമുള്ള ഒരു രൂപം വേണം, സാരമില്ല, നിങ്ങൾ ചെന്ന് നോക്ക്, ഒന്നും ചെയ്യേണ്ട, പിന്നെ എന്നെ വിളിക്കാൻ പറയുകയാണ്. ആ സമയം ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിലായിരുന്നു. അവരവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഫോൺ ചെയ്യുകയാണ്, അച്ഛന് അമലോത്ഭവ മാതാവിനെയാണ് കിട്ടിയത്. അപ്പം അച്ഛൻ അതിൻ്റെ പുറകിൽ എന്നോട് ഒത്തിരി വിശേഷം പറയുകയാണ്. ഈ പള്ളിയുടെ ഉത്ഭവം തന്നെ അമലോത്ഭവ മാതാവിൻ്റെ ആ നാമത്തിലാണെന്ന് കൂടി എൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ അച്ഛൻ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാതെ മാതാവിൻ്റെ രൂപത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പിസയിലേക്ക് വരികയാണ്. വരുന്ന സമയം എൻ്റെ അടുത്ത് വീണ്ടും പറയുകയാണ്, മരിയക്കാരാ, എനിക്ക് മാതാവിനെ തന്നെ പോരാ, എനിക്ക് നമ്മുടെ മാർപ്പാപ്പയുടെ ആശീർവാദം കൂടെ വേണം, എനിക്ക് എങ്ങനെയായാലും സംപീറ്ററിൽ മാതാവിന് കൊണ്ടുപോകണം, നടയിൽ വെച്ച് ആശീർവാദം വേണമെന്നെല്ലാം. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി പുഞ്ചിരിയാണ് വന്നത്. കാരണം ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് അച്ഛൻ എന്നോട് ചോദിക്കുന്നതെന്ന് അച്ഛന് തന്നെ അറിയില്ല. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛോ ഇത് നമുക്ക് സാധിക്കില്ല, കാരണം 3 മാസമെങ്കിലും വേണം അപേക്ഷ ചോദിക്കാൻ, അതിനുശേഷം നമുക്ക് അനുവാദം തരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മാതാവെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, അമ്മമാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും എന്നുള്ള വളരെ വിശ്വാസമാണ് എനിക്ക് അച്ഛനിൽ നിന്ന് കാണാൻ സാധിച്ചത്. അങ്ങനെ അന്നേ ദിവസം ഞങ്ങളുടെ പ്രിയ ബിഷപ്പ്, അതായത് ഞങ്ങളുടെ മദർ ഹൗസ് ബിഷപ്പിന്റെ തൊട്ടടുത്താണ്. ഞങ്ങളും ബിഷപ്പുമായിട്ട് വളരെ സ്നേഹത്തിലാണ് എന്നും മുന്നോട്ട് പോയിരുന്നത്. അപ്പം ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, സിസ്റ്റേഴ്സെ ഒന്ന് അച്ഛൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് പിതാവിനെ കാണാൻ വേണ്ടി മാത്രം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മദർ അവരുടെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അവരവിടെ പോകുന്നു. മദർ പിതാവിനെ കണ്ടതിന് ശേഷം പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയിലെ ഒരു ജോയിച്ചൻ വരുന്നുണ്ട്, ഈ അച്ഛൻ ഇന്ത്യനാണ്, അച്ഛന് ഭാഷ അറിയില്ല, അതേസമയം ഒരു മാതാവിനെ വാങ്ങിച്ചിട്ടുണ്ട്, അച്ഛൻ തൃശ്ശൂർ രൂപതയിലാണ് ജോലി ചെയ്യുന്ന, പല്ലിശ്ശേരി എന്ന സ്ഥലത്ത്, അവിടെ ഒരു ദേവാലയത്തിന്റെ നിർമ്മാണത്തിനുള്ള സമയമാണെന്ന്, അതും ഒരു പാവപ്പെട്ട സ്ഥലമാണ്, ഒത്തിരി പേർ ഈ ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും അമ്മമാര്. അപ്പോൾ പിതാവ് പറഞ്ഞു, സാരമില്ല, നമുക്കെല്ലാം റെഡിയാക്കാം. അങ്ങനെ പിതാവ് ഒരു എഴുത്തെല്ലാം കൊടുത്ത് വിടുകയാണ്. ആ സമയം ഞങ്ങളെല്ലാവരും പല്ലിശ്ശേരിയിലെ ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ഈശോ നമുക്ക് ഈ സാഹചര്യം ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബുധനാഴ്ച പോപ്പിന്റെ ആശീർവാദം സകല ലോകത്തിലുള്ള എല്ലാവരും
ഒന്നിച്ചു കൂടുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ ഈ മാതാവിന് ഒരു വണ്ടി ഉന്തി പോവുകയാണ്. എൻ്റെ ഈ ജീവിതം തുടങ്ങിയിട്ട്, അതായത് ഞാൻ സിസ്റ്ററായിട്ട് ഇന്ന് ഈ വർഷം എൻ്റെ ജൂബിലിയാണ്, 25 വർഷം കഴിഞ്ഞു. ഞാനിന്നും റോമിലാണ് ജോലി ചെയ്തിരുന്നെങ്കിലും ഇതേവരെ എനിക്ക് കിട്ടാത്തൊരു അനുഭവമായിരുന്നു ആ സമയം. അതായത് പോപ്പ് നിൽക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ ഈ മാതാവിൻ്റെ രൂപം കൊണ്ടുപോകാനും അവിടെ വെച്ച് വെഞ്ചരിക്കാനും, അതേസമയം ഈ ജനങ്ങളെ ഓർക്കാനും, ഈ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈ അമ്മമാരുടെ ആ കൊന്തകൾ ഞാൻ ആ സമയം എൻ്റെ ഭാവനയിൽ വരികയായിരുന്നു.